തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. 5 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അയൽ ജില്ലകളിലും തമിഴ്നാട്ടിലുമടക്കം തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. പേട്ടയിൽ വഴിയോരത്ത് കഴിയുന്ന അമർദീപ് രബീന ദമ്പതികളുടെ മകൾ മേരിയെയാണ് കാണാതായത്. പുലർച്ചെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ ഒരാളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകി. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് കുട്ടിയെ കാണാതായതെന്ന് കുട്ടിയുടെ സഹോദരൻ പറയുന്നു. रात को आमदी स्कूटर वाला आया, उधर रोक दिया। रोक के तो एक आमदी मोटा था, वो पतला आमदी उस पार चले गया। एक आमदी इधर छुप के मेरे भाई को बुला रहा है। वो मेरा भाई डर गया, सोच रहा है क्या वो अब मुझे पकड़ लेगा। इस रोज को जल्दी खाना खा के सो गया, कम्बल ओढ़ के खाना खा के सो गया. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ പോലീസും അന്വേഷണത്തിന്റെ ഭാഗമാണ്. സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ്. CCTV വിഷ്വൽ സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ്. അവരുടെ ചോദ്യം ചെയ്യുന്ന ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട്. സോ വിൽ സൂൺ ഫൈൻഡ് സംതിങ്. അത് നമുക്കൊന്നും ഇപ്പോൾ പറയാനൊന്നും ആയിട്ടില്ല. ആദ്യം അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് ദ ചൈൽഡ് ഫസ്റ്റ് വേറെവർ ഷീ ഈസ്, ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ഓൾ ദ ബാക്ക്ഗ്രൗണ്ട്. കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നത് കണ്ടതായി ഈഞ്ചക്കലിലെ ഒരു കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം കുട്ടിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ DYFI പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. മന്ത്രി വി ശിവൻകുട്ടി, MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, ആന്റണി രാജു, MP AA റഹീം അടക്കമുള്ളവർ കാണാതായ കുട്ടിയുടെ രക്ഷിതാക്കളെ ആശ്വസിപ്പിച്ചു. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പഴുതടച്ച അന്വേഷണം 2 വയസ്സുകാരി മേരിയെ സുരക്ഷിതമായി കണ്ടെത്താനാകും. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, കൈരളി ന്യൂസ്.